ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സന്തോഷം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില എപ്പിസോഡുകൾ ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് തിരുവചനത്തിൽ അടിയുറച്ച് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ഇന്ന് സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സന്തോഷം നേടിയെടുക്കുവാൻ വേണ്ടി മനുഷ്യൻ പലതും ചെയ്തു കൂട്ടുന്നു. യാത്രകൾ ചെയ്യുന്നു, ഉല്ലാസയാത്രകൾ, അതുപോലെ പല കാര്യങ്ങളിൽ, ഭക്ഷണത്തിൽ സന്തോഷം, ആഹ്ലാദ തിമിർപ്പുകളിൽ, ഉത്സവങ്ങളിൽ, അതുപോലെ യാത്രകളിൽ, ടൂർ യാത്രകളിൽ എല്ലാം സന്തോഷമുണ്ടാക്കുവാനായി പരിശ്രമിക്കുന്നു. സന്തോഷം, മനുഷ്യന് വേണ്ടത് സന്തോഷമാണ്. എന്നാൽ സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരിക്കൽ ഇങ്ങനെ വായിച്ചു, ഒരു വലിയ സർക്കസ് നടക്കുകയാണ്. വലിയ സർക്കസ്. അതിൽ അനേകരെ ചിരിപ്പിക്കുന്നതായ കോമാളികളുണ്ട്, ഇല്ലേ? നമുക്കറിയാം. അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കും. എന്നാൽ ആ സർക്കസിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും തമാശകൾ പറഞ്ഞ് അങ്ങനെ ജനത്തെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു കോമാളിയായ മനുഷ്യൻ, അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അദ്ദേഹം ഒരിക്കൽ ഒരു ഡോക്ടറെ കാണാൻ ചെന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങേ അത്യാവശ്യമായി കാണണം. ആ ഡോക്ടർ ചോദിച്ചു, എന്താണ് താങ്കളുടെ പ്രശ്നം? എനിക്ക് സന്തോഷമില്ല. അതൊരു വിരോധാഭാസം പോലെ നമുക്ക് തോന്നും, ഇല്ലേ? അനേകരെ ചിരിപ്പിച്ച് ആ മനുഷ്യന് സന്തോഷമില്ല. ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം ആ ഡോക്ടർ മുമ്പിലിരുന്ന് വിങ്ങി കരഞ്ഞു. അനേകരെ സന്തോഷിപ്പിക്കാൻ കോമാളിത്തരങ്ങളും വേഷക്കെട്ടുകളും കാണിക്കുന്നുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിൽ സന്തോഷമില്ല. ഇതിന്ന് അനേകായിരങ്ങളുടെ അനുഭവമാണ്. എന്തിനായിരങ്ങൾ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ അനുഭവങ്ങൾ. ഫ്രസ്ട്രേഷൻ, നിരാശ, സന്തോഷമില്ലായ്മ, അപകർഷതാബോധം കൊണ്ട് തലകുമ്പിടുന്ന അവസ്ഥ, മുഖത്ത് ചിരിയില്ല, ചിരി നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം, വേദപുസ്തകം, 66 പുസ്തകങ്ങൾ അടങ്ങുന്നതായ ഈ തിരുവചനം 40ഓളം എഴുത്തുകാർ 1500 വർഷങ്ങൾ കൊണ്ട് 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ട് എഴുതിയതായ ഈ തിരുവചനം, അതിൽ അങ്ങോളം ഇങ്ങോളം നാം വായിക്കുക മാത്രമല്ല, അത് ഗ്രഹിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചാൽ ഒരു വലിയ സന്തോഷം കിട്ടും. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സന്തോഷം അഭിനയിച്ചുകൊണ്ടല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹൃദയത്തിൽ കൃപയാൽ കർത്താവ് നിറച്ചു തന്ന ഒരു വലിയ ആത്മസന്തോഷം അത് അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വാക്കുകൾ പറയുന്നത്. എന്നാൽ ഒരു കാലത്ത് എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരുന്നില്ല. നിരാശപ്പെട്ട്, തകർന്ന്, അപകർഷതാബോധത്താൽ കുമ്പിട്ട്, സന്തോഷത്തിൻ്റെ കണിക പോലുമില്ലാതെ ഞാൻ ജനിച്ച എൻ്റെ വീടിൻ്റെ അവസ്ഥയോർത്ത്, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ശാപങ്ങളെ ഓർത്ത്, പട്ടിണിയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തതും ഒരു നല്ല വസ്ത്രം ധരിക്കാനില്ലാത്തതുമായ അവസ്ഥയോർത്ത്, എൻ്റെ ഭാവി കൂമ്പടഞ്ഞല്ലോ എന്നോർത്ത്, എനിക്ക് അവസ്ഥയാണല്ലോ ലഭിച്ചതെന്നോർത്ത്, എൻ്റെ പരാധീനതകളിലേക്കും എൻ്റെ കുറവുകളിലേക്കും പോരായ്മകളിലേക്കും എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിലേക്ക് നോക്കി നിരാശപ്പെട്ട ഒരു ബാല്യകാലവും യൗവനത്തിൻ്റെ ആരംഭകാലവും എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ 19-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടത് മൂലം, യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കണമെന്നുള്ള ഒരു ദൈവിക ആഹ്വാനം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നത് മൂലം ഞാൻ എൻ്റെ യൗവന ജീവിതം യേശുവിന് കൊടുത്തു. അന്ന് മുതൽ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് സന്തോഷം തരാൻ തുടങ്ങി. ഞാനത് നന്നായി അനുഭവിച്ചു. കാരണം സന്തോഷത്തിൻ്റെ കണിക പോലുമില്ലാത്ത എൻ്റെ ജീവിതത്തിലേക്ക് നദി പോലെ സമാധാനം ഒഴുകി വന്നപ്പോൾ ആരും പറയാതെ എനിക്ക് മനസ്സിലായി എനിക്ക് സന്തോഷം ലഭിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊന്ന് പറയാം, യേശുക്രിസ്തുവാണ് സന്തോഷം തരുന്നവൻ. യേശുക്രിസ്തുവിനെ മനുഷ്യന് ശാശ്വതമായ സന്തോഷം തരാൻ കഴിയൂ. അതുകൊണ്ടല്ലേ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ
കർത്താവായ യേശുക്രിസ്തു ജനിച്ചപ്പോൾ പറഞ്ഞത് സന്തോഷമെന്നല്ല പറഞ്ഞത്, മഹാസന്തോഷമെന്നാണ് പറഞ്ഞത്. നമുക്ക് വേദഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അത് കേവലം ഒരു ചെറിയ സന്തോഷമല്ല, മഹാസന്തോഷം. വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളുണ്ട്. സന്തോഷം, മഹാസന്തോഷം. കർത്താവിന് സ്തോത്രം. സമാധാനം, വലിയ സമാധാനം. സ്വസ്ഥത, വലിയ സ്വസ്ഥത. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പല വിഷയത്തെ ആസ്പദമാക്കി വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ എന്താണ് ഇതിൻ്റെ സാഹചര്യം? ഒരു കൂട്ടം ഇടയന്മാർ അന്ന് ആ പ്രദേശത്ത്, 8-ാമത്തെ വാക്യം, അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. പാവപ്പെട്ട ഒരു കൂട്ടം ആട്ടിടയന്മാർ. അവർക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി ആടുകളെ മേച്ചുകൊണ്ട് നടക്കുകയാണ്. അവർക്ക് പാർപ്പാൻ വീടില്ല. അവർ വെളിം പ്രദേശത്ത് കിടക്കുകയാണ്. അവർക്ക് ഒരു കൂട്ടം ആട്ടിൻകൂട്ടമുണ്ട് അവരുടെ കൂടെ. അതിനെ കാവൽ കാക്കണം. ചെന്നായോ അതുപോലെയുള്ള വന്യമൃഗങ്ങളോ തൊടാതെ കാവൽ കാത്തുകൊണ്ട് അവരുടെ ജീവനെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അവർ ആ മൃഗസമ്പത്തിനെ കാത്ത് പരിപാലിച്ച് കിടന്നുറങ്ങുകയാണ്. അവർക്ക് ദുഃഖങ്ങളുണ്ടോ അവരുടെ ജീവിതത്തിൽ? തീർച്ചയായും കാണുമല്ലോ. കാരണം ദുഃഖമില്ലാത്ത മനുഷ്യരാരുണ്ട്? ഇല്ലേ? ചില വേദനകളും ചില സങ്കടങ്ങളും ഉള്ളവരല്ലേ അനേകർ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ ചില ദുഃഖങ്ങൾ തളം കെട്ടിക്കിടക്കുന്നില്ലേ? നാളുകളായി ഒരു അണ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നാളുകളായി ദുഃഖം തളം കെട്ടിക്കിടക്കുകയല്ലേ? മാന്യ യൗവനക്കാര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, എൻ്റെ പ്രിയപ്പെട്ട യൗവനക്കാര, നിൻ്റെ ഹൃദയത്തിൽ സങ്കടം തളം കെട്ടിക്കിടക്കുകയല്ലേ? ഇതിന് എന്തൊരു പരിഹാരമുണ്ടോ? ഈ എൻ്റെ ദുഃഖമൊന്ന് മാറുമോ? എന്നെനിക്ക് എൻ്റെ ദുഃഖമൊന്ന് മാറും? ഇങ്ങനെ 100 ചോദ്യങ്ങളുമായി ജീവിതത്തിൽ ഒരു ഇറ്റ് സമാധാനമോ സന്തോഷമോ അനുഭവിക്കാൻ കഴിയാതെ നിരാശയിൽ കഴിയുന്നവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, യേശു നിങ്ങൾക്ക് സന്തോഷം തരും. പോരാ, മഹാസന്തോഷം തരും. കർത്താവിന് സ്തോത്രം. ആ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്തു. അപ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. സ്തോത്രം. സന്തോഷം അവരുടെ ജീവിതത്തിലേക്ക് പകരുവാനുള്ളതായ ചില വഴികൾ തുറക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ചുറ്റുപാടും നോക്കിയാൽ, നിങ്ങളുടെ അവസ്ഥയിലേക്ക് നോക്കിയാൽ, നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ സന്തോഷിക്കാൻ പ്രത്യേകിച്ച് വകയൊന്നുമില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ അരികിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്തിന്? സന്തോഷത്തിൻ്റെ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ. ഹല്ലേലൂയ. പാവപ്പെട്ട ഇടയന്മാർ ആട്ടിൻകൂട്ടത്തെ കാത്തുകൊണ്ട് കിടക്കുകയാണ്. ഇങ്ങനെ ഈ രാത്രിയിൽ ഒരു സന്തോഷം ഉണ്ടാകുമോ? അവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ മനുഷ്യൻ നനച്ചിരിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത്, മകനെ നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിൻ്റെ മേലൊരു സന്തോഷത്തിൻ്റെ ഒരു കലവറ തുറക്കാൻ യേശുക്രിസ്തു നിന്നിൽ ആശ വച്ചിരിക്കുന്നു എന്നുള്ള ആ സത്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഹല്ലേലൂയ. ദൂതൻ അടുത്തു വന്നു നിന്നു. കർത്താവിൻ്റെ സ്തോത്രം. മാത്രമല്ല, കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി. സന്തോഷത്തിൻ്റെ മാർഗങ്ങളാണ് ഈ പറയുന്നത്. സന്തോഷം വരാനുള്ള വഴികളാണ് പറയുന്നത്. ദൈവ സാന്നിധ്യം. ഞാൻ നിങ്ങളോട് ഇതിനോട് ചേർത്ത് പറയട്ടെ, ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ പോകണം. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ജനത്തെ സന്ദർശിക്കുകയും ജനത്തിന് വചനം കൊടുക്കുകയും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കിപ്പിടിച്ച് നിങ്ങൾ അവിടെ പോകണം. എല്ലായിടത്തൊന്നും ദൈവ സാന്നിധ്യമില്ല കേട്ടോ. കർത്താവിന് സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ ആര് ഈ ഭൂമിയിൽ എവിടെ കൂടിയാലും ദൈവമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വെറുതെ ദൈവസാന്നിധ്യത്തെ ചെറുതാക്കി കളയരുത്. ആ വാക്യത്തിൻ്റെ പിന്നിൽ ഒരുപാട് ആഴമുള്ള സത്യങ്ങളുണ്ട് എൻ്റെ പ്രിയരെ. അതൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതം നോക്കി ഈ കൂടി വരുന്ന 2-3 പേർ അവരെങ്ങനെയുള്ളവരാണെന്നും അവർ യേശുവിൻ്റെ നാമം നാവിലെടുക്കാൻ യോഗ്യരാണെന്നോ എന്നും ചിന്തിച്ച് അതിനെ വിലയിരുത്തുന്നൊരു ദൈവമുണ്ട്. അത് പോകട്ടെ, ആ വിഷയം ഞാൻ തൊടുന്നില്ല. എന്നാൽ ഇവിടെ ആട്ടിടയന്മാർ അവർ അങ്ങനെ കിടക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ വന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർക്ക് സന്തോഷമല്ല ആദ്യം കിട്ടിയത്, അവർ ഭയപരവശരായി.
കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സന്തോഷത്തിന് വേണ്ടി പലതും ജീവിതത്തിൽ ചെയ്തു നോക്കി, പക്ഷേ സന്തോഷമല്ല, നിരാശയാണ് വരുന്നത്. നിരാശ കൂടി വരുന്നവരുണ്ട്. സന്തോഷം ലഭിക്കാൻ ടൂർ പോയി, പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഇതാ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ചെറിയ കാര്യത്തിൽ ചില വാക്കുതർക്കങ്ങളും, അതിനെ തുടർന്ന് നിരാശയും, പിന്നെ ഉള്ള സന്തോഷം കൂടി പോയി. സന്തോഷം ലഭിക്കാൻ സിനിമ കാണാൻ പോകുന്നവരുണ്ട്, തിരികെ വരുമ്പോൾ തലവേദനയും അസ്വസ്ഥതയും. സന്തോഷം ലഭിക്കാൻ കമ്പനി കൂടി മദ്യപിക്കുന്നവരുണ്ട്. മദ്യപിക്കുമ്പോൾ ഒരു നൈമിഷിക സന്തോഷം പോലെ തോന്നും, അതൊരു തോന്നലാണ്. പക്ഷേ കഴിയുമ്പോൾ നിരാശ ജീവിതത്തെ മറ്റാരോ കൺട്രോൾ ചെയ്യുന്നത് പോലെ തിന്മയിലേക്കും അകൃത്യത്തിലേക്കും വലിച്ചഴിക്കുന്ന ചില അവസ്ഥകൾ, സ്വന്തം കുടുംബത്തിലെ അസ്വസ്ഥതകളും അസമാധാനങ്ങളും. എൻ്റെ പ്രിയരെ, ഇതൊന്നും നമുക്ക് സന്തോഷം തരികയില്ല. എന്നാൽ എന്താണ് 10ാമത്തെ വാക്യം? പക്ഷെ ദൂതൻ അവരോട്, ഈ ദൂതൻ സംസാരിച്ചു തുടങ്ങി. ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ സന്തോഷം ആരംഭിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് എന്താണ്? ദൂതൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഒന്നാമത് പറഞ്ഞത് ഭയപ്പെടേണ്ട എന്നാണ്. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ചില ഭയപ്പാടുകൾ മാറുമ്പോൾ തന്നെ സന്തോഷം തുടങ്ങും. ഇന്ന് ഭാവിയെക്കുറിച്ച് ഭയപ്പാടുകളാണ്. എൻ്റെ കടം എന്താകും? അതൊരു അവിശ്വാസമാണ്. എൻ്റെ കടം എൻ്റെ കർത്താവ് നീക്കുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ആ കടത്തെക്കുറിച്ച് ഭയപ്പെടണ്ട. ആ വിശ്വാസം വരണമെങ്കിൽ ഈ യേശുവുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. കർത്താവിന് സ്തോത്രം. ഈ യേശു സർവ്വശക്തനാണെന്നുള്ള യഥാർത്ഥമായൊരു കാഴ്ചപ്പാട് വേണം. എൻ്റെ കാര്യം നോക്കിത്തരാൻ യേശുവിന് കഴിയുമെന്നുള്ള ആഴമേറിയ വിശ്വാസം വേണം. അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. കർത്താവിന് സ്തോത്രം. ഭയം ഇരുന്നാൽ സന്തോഷം ലഭിക്കുകയില്ല. ഭയം മാറ്റിത്തരുന്നൊരു ദൈവമുണ്ട്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. പിന്നീടാണ് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം അവരുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുന്നത്. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താണ് ആ സന്തോഷം? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതാണ് സന്തോഷം. സന്തോഷം ഒരു വസ്തുവല്ല, സന്തോഷം ഒരു ആചാരമല്ല, സന്തോഷം ഒരു അനുഷ്ഠാനമല്ല, സന്തോഷം ഏതെങ്കിലും തീർത്ഥയാത്ര ചെയ്യുന്നതല്ല. അല്ല പ്രിയരെ, സന്തോഷം ഒരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി? കർത്താവായ യേശു ക്രിസ്തു. യേശുവിൻ്റെ അരികിൽ വന്നാൽ മകനെ നിനക്ക് സന്തോഷം ലഭിക്കും. യേശുവിൽ ആശ്രയിച്ചാൽ നിന്റെ ദുഃഖങ്ങൾ മാറും. ഹല്ലേലൂയ. യേശുവിൻ്റെ വചനം നീ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനപ്രകാരം ജീവിക്കാൻ ജീവിതം സമർപ്പിച്ചാൽ മകനെ നിന്റെ ഹൃദയത്തിൽ നദി പോലെ ഒഴുകുന്ന സമാധാനം കിട്ടും, നദി പോലെ ഒഴുകുന്ന സന്തോഷം കിട്ടും. യേശുവാണ് സന്തോഷം. യേശു എന്ന വ്യക്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, മാന്യ സഹോദരി, നിനക്ക് സന്തോഷം തരാനാണ് യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത്. സന്തോഷത്തിൻ്റെ പറുദീസ വിട്ട്, സന്തോഷത്തിൻ്റെ സ്വർഗം വിട്ട് ഈ ദുരിതപൂർണമായ ഈ ഭൂമിയിലേക്ക് യേശു വന്നത് മോനെ നിനക്ക് സന്തോഷം തരാനാണ്. പ്രിയ മകളെ നിനക്ക് സന്തോഷം തരാനാണ്. അതുകൊണ്ട് ഈ നല്ല യേശുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിന് വേണ്ടി നിന്റെ ജീവിതം വേർതിരിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിരാശാജനകമായ സാഹചര്യങ്ങളിലൂടെ നീ പോകേണ്ടി വരുമ്പോഴും അവിടെയും സന്തോഷം, കഷ്ടതയുടെ മധ്യത്തിൽ സന്തോഷം. ഹല്ലേലൂയ. അങ്ങനെ സന്തോഷസമ്പൂർണമായ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ ഇടയാക്കും. കർത്താവ് അതിന് സംഗതിയാക്കും. അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ആത്മീയമായ ഏതെങ്കിലും സംശയങ്ങളോ, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളതായ ആവശ്യകതയോ ഉണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.